അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم راحماയ രാജാതി രാജനായ രാജസയ്യിദായ എല്ലാമൽ ഗുയൂബായ കരുണക്കടലായ കരുണാവാരിധിയാകുന്ന ധ്യാനുവാകുന്ന പടച്ചവനേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ അല്ലാഹുവേ ഇവിടെ ചർച്ച ചെയ്യുന്ന ഉലൂമുകൾ നീ നാഫിയായ ഇൽമാക്കണേ അല്ലാഹ്. പടച്ചവനേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റബ്ബേ. ഉമ്മ മരണപ്പെട്ടു പോയവരും വാപ്പ മരണപ്പെട്ടു പോയവരും സഹോദരിമാര് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും അവരുടെയൊക്കെ ഖബർ ജീവിതം പ്രഭാപൂരിതമാക്കണേ അല്ലാഹ്. റാഹത്താക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ കാങ്കോലിന്റെ പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ പ്രത്യേകം സജ്ജമാക്കി ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോ എന്താണ് അവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങളെങ്കിലും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഓരോ ലേലം പറയുമ്പോഴും ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഉമ്മമാര്, ആവേശത്തോടെ അതിന് പങ്കാളിയായ ഉപ്പമാര്, പങ്കാളിയായ ഉമ്മമാര്, എന്താണോ അവളുടെ മനസ്സിനകത്തിലുള്ള ഉദ്ദേശങ്ങള് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ കാൽമുട്ടുവേദന, കൈവേദന, തലവേദന, വയറുവേദനയാണ് സ്ഥലം. ഒരുപാട് ഹോസ്പിറ്റലുകൾ പോയിട്ടുണ്ട്, എന്നിട്ടും ഭേദമില്ല, വേദന കുറവില്ലെന്ന് പറയുന്ന എത്രയോ കൂട്ടുകാരന്മാരുണ്ട്. ഈ ശിഫ നൽകണേ അല്ലാഹ്. ഈ ശിഫ നൽകണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലുടെയും ശരീരത്തിൽ മാരകമായ രോഗത്തിന്റെ അണുബാധിത ഒളിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നായകനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് റബ്ബേ നീ റാഹത്താക്കണേ അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനേ ഇന്ന് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ വാഹനത്തിലേക്ക് കൊണ്ടുവന്ന ആളടക്കമുള്ള ഭക്ഷണം തന്നവര്, നല്ല സംസാരം സംസാരിച്ചവര്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങളോട് ഇടപഴകിയ ആളുകള് എല്ലാവർക്കും നീ ഖൈറും ബറകത്തും നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു അല്ലാഹ്. ടേബിള് നിറയെ ഫുഡുകൾ കൊണ്ട് അൽഹംദുലില്ലാഹ് കാണുമ്പോൾ തന്നെ ഞങ്ങളെ വയറ് നിറഞ്ഞു പോയി റബ്ബേ. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ അതിനുശേഷമുള്ള അല്ലാഹ് വയറുകളെല്ലാം റാഹത്താക്കാൻ വേണ്ടിയിട്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കിയ ആ വീട്ടുകാരെ റബ്ബേ അവർക്ക് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പൊരുത്തമാണ് അവരുടെ ഉദ്ദേശം റബ്ബേ. ഈ ദുനിയാവിലെ ആലിമീങ്ങളെ ഭക്ഷിപ്പിച്ചതിന്റെ കാരണത്താൽ അല്ലാഹുവേ സയ്യിദന്മാരെ ഭക്ഷിപ്പിച്ചതിന്റെ കാരണത്താൽ അവർക്ക് നീ സ്വർഗീയ ആരാമത്തിലുള്ള പർവ്വതാനിയങ്ങളും അല്ലാഹുവേ വെള്ളങ്ങളും നീ നൽകണേ അല്ലാഹ്. ഈ വിനീതൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ എനിക്ക് വേണ്ടി റബ്ബേ ചായ കൊണ്ടുവരുന്നവരുണ്ട് റബ്ബേ, ഭക്ഷണം കൊണ്ടുവരുന്നവരുണ്ട് റബ്ബേ. അല്ലാഹ് അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉമ്മക്കും വാപ്പക്കും ഉപകരിക്കുന്ന, സമൂഹത്തിനും സമുദായത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ല സജ്ജനങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉമ്മാർ വെറുക്കുന്ന, ഉമ്മാർ തല്ലിച്ചതയ്ക്കുന്ന മക്കളാക്കല്ല റബ്ബേ. ഉമ്മാടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇന്ന് ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ
നിന്ന് ഇറങ്ങി പയ്യന്നൂരിലേക്ക് വന്നു. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ യാത്ര കഴിഞ്ഞ് വന്നതാണല്ലോ, വല്ല ഭക്ഷണം കഴിച്ചോ മാടകുട്ടി, വല്ല ഭക്ഷണം കഴിച്ചോ മാടകുട്ടി, അല്ലാഹു റാഹത്താക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ ഉമ്മ. ആഫിയത്ത് നൽകണേ അല്ലാഹ്, എന്റെ ഉമ്മക്കും ഉപ്പക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിനയാന്യനായി എല്ലാവരോടും നല്ല തവാളോടെ വളരെ മൃദുലമായി സംസാരിച്ചുകൊണ്ട് വളരെ വിനയത്തിന്റെ ഉടമയായ നമ്മളെ സയ്യിദവറുകളും അല്ലാഹുവേ ഹുസൈൻ തങ്ങൾ റബ്ബേ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന ഷൗക്കത്ത് അലി മുസ്ലിയാർ പാതായിക്കര, അല്ലാഹുവേ ഉസ്താദിന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്, ദിർസിനെ നീ നിലനിർത്തണേ അല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഉസ്താദിന്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങള് ദർസിൽ പഠിക്കുന്ന ഞങ്ങളെ വിദ്യാർത്ഥികള് ഉഹറവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. നേരത്തെ ഇവിടെ ഞങ്ങൾ ദുആ ചെയ്ത ഹാഫിള് റബ്ബേ എല്ലാവരെയും ദീനിന് ഉപകരിക്കുന്ന ഉഹറവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ മദ്രസയിലെ ഞങ്ങളെ വിദ്യാർത്ഥികളൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എപ്പോഴും ദുആ ഇരിക്കുന്നത് ഒരു ദുആയാണ്, ഉമ്മക്കും ഉപ്പക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്, ഉമ്മക്കും ഉപ്പക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. നല്ല കഴിവുള്ളവരാണ് റബ്ബേ, അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഉയർത്തണേ അല്ലാഹ്. പടച്ചവനെ, സിറാത്ത് പോലെ ഇടിമിന്നൽ വേഗത്തിൽ നീ എളുപ്പമാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്തു തന്നവർ അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഇത്ര നല്ല രീതിയിൽ ഈ സദസ്സ് ഭംഗിയാക്കിയ ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികള്, അതുപോലെ തന്നെ നല്ല ജനങ്ങള്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ നൽകിയ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്, ഈ നൽകിയ ഈ ശബ്ദം നിലനിർത്തണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ല റബ്ബേ, പ്രയാസപ്പെടുത്തല്ല റബ്ബേ. എന്റെ വല്യപ്പാടെ രോഗം നീ ശിഫ നൽകണേ അല്ലാഹ്, എന്റെ വല്യമാടെ രോഗം നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ വല്യമ്മമാര്, വല്യപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങള്, മക്കള്, പിഞ്ചോമന പൈതങ്ങള്, എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന ഞങ്ങളെ പ്രാണനാണ് അല്ലാഹ്, മദീന ഞങ്ങളെ കാവലാണ് അല്ലാഹ്. മദീന മദീന ആ മദീനയിലെത്താൻ വല്ലാത്തൊരു അഭിലാഷമാണ് റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്തുകൊണ്ട് ഞങ്ങളെ നായകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഫോട്ടോ കണ്ടെങ്കിലും ഇവിടെ പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാഹ്. പഠിച്ചവളെ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് നൽകണേ അല്ലാഹ്. മഹാന്മാരുടെ ബഹുമാന ലിസ്റ്റിൽ അവരെല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ റമളാനങ്ങൾക്ക്, ഈ പരിശുദ്ധമായ റജബ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റസൂലുള്ളാഹി ദുആ ചെയ്തതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ
اللهم وفقنا للصيام والقيام وتلاوة القرآن റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഉമ്മമാരോ ഉപ്പമാരോ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പടച്ച റബ്ബേ, ഇത്ര നേരം ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വസിയത്ത് വന്നത് 15 വർഷമായി ഉസ്താദേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. പടച്ചവനെ 23 വർഷം 15 വർഷം 10 വർഷം 2 വർഷം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളില്ല ഉസ്താദേ ദുആയിരിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരും പറയുന്നുണ്ട് ഉസ്താദേ അവൻ പറഞ്ഞാ കേൾക്കുന്നില്ല, അവൻ ഡ്രഗ്സിന് അടിമയാണ്, അവൻ കഞ്ചാവിന് അടിമയാണ്, അവൻ കള്ളിനടിമയാണ്, അവൻ മയക്കമരുന്നിന് അടിമയാണ്. അതിൽ നിന്നല്ല എന്റെ മോനെ ഉസ്താദേ ദുആയിരിക്കണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പടച്ചവനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ദുആയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളെ നീ കൈയൊഴിയല്ല റബ്ബേ, കൈയൊഴിയല്ല റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിതാബ് മേടിച്ചു തന്നവരോ, ഞങ്ങൾക്ക് വെള്ളം മേടിച്ചു തന്നവരോ, ഞങ്ങൾക്ക് പേന മേടിച്ചു തന്നവരോ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരോ, ഞങ്ങൾക്ക് വസ്ത്രം തന്നവരോ റബ്ബേ, അവർക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പലവരും ആരുടെ മണ്ണാകുന്ന ഖബറിലാണ് റബ്ബേ. ഖബർ ജീവിത റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സാലിഹീൻ. വിവാഹ പ്രായമെത്തി ഞങ്ങളെ പെങ്ങന്മാരുണ്ട് റബ്ബേ, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അതിന്റെ ടൈമാവുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിയുള്ള നല്ല അനുയോജ്യരായ ഇണകളെ നൽകണേ റബ്ബേ. എത്രയോ യുവാക്കളും ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാര് ഉസ്താദേ വിവാഹം ശരിയാകുന്നില്ല, ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയില്ല ഉസ്താദേ ദ്വാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്, റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ വാഹനാപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി റബ്ബേ, ഞങ്ങൾ നെട്ടിപ്പോയി റബ്ബേ. ഞങ്ങളുടെ ഫോണിലൂടെ ആ വാർത്ത വന്നപ്പോൾ ഞങ്ങൾ നെട്ടിപ്പോയി റബ്ബേ. ജാമിയ നൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ആക്സിഡന്റ് ആയ ഒരാളല്ലോ. പടച്ചവനെ റോട്ടിൽ നിന്നുകൊണ്ട് ശരീരം വാരി പുലരുന്ന രൂപത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിലുള്ള മരണം നൽകല്ലേ അല്ലാ. ശരീരം കീറിമുറുക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ മാറ്റി കൊടുക്കണേ അല്ലാ. അതിനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅലിൽ ജന്നത ദാറനാ വറസൂല ജാറനാ വസിറാത്തൽ മുസ്തഖീമ തരീഖനാ വൽ കൗസറ ശറാബനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഓസിക്കും. അസ്സലാമു